പക്ഷെ ഈ സീരിയലിന്റെ തിരക്കാരൻ ഇതുപോലെ വേറെ തരം നല്ല റോൾസ് സിനിമകൾ മിസ്സായിട്ടുണ്ടോ അതിന്റെ ഇടയ്ക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റാത്ത ചില വർക്കുകളെല്ലാം മിസ്സായെന്ന് പറഞ്ഞാൽ ചിലതിൻ്റെയൊക്കെ ഈ അപ്പിയറൻസിന്റെ ഒരു പ്രശ്നം വരും. കാരണം അവർ പെട്ടെന്ന് കുറച്ച് നമ്മളൊക്കെയാണ്, പക്ഷേ ഈ അപ്പിയറൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. പോലീസുകാരനായിട്ടാണല്ലോ സീരിയൽ അഭിനയിക്കുന്നത്. അതിലിപ്പോൾ പോലീസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് വർക്ക് പോലും. പിന്നെ ചിലർ ഈ ക്ലീഷ ഡയലോഗ് പറയുന്ന ചില ആൾക്കാരുണ്ട് സിനിമക്കാർ, നിങ്ങൾ സീരിയൽ അഭിനയിക്കുന്നു, നിങ്ങൾ സിനിമയിൽ. അത് ഞാൻ ചോദിക്കുന്നത് വെച്ചു, കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അത് പക്ഷേ വെറുതെ ആണെന്ന് അറിയോ. ഞാൻ മധു സാറിനെ കാണാൻ പോയപ്പോൾ ചന്ദ്രകുമാർ സാറിന്റെ എൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട് ചന്ദ്രകുമാർ സാർ, സുകുമാർ ഏട്ടൻ. അപ്പോൾ ഇവരുടെ റെഫറൻസിൽ ഞാൻ മധു സാറിനെ കാണാൻ പോയപ്പോൾ ഞാൻ ഇതേ സാധനം മധു സാറിനോട് പറഞ്ഞു. മലയാള സിനിമയിലെ ഏറ്റവും സീനായിട്ടുള്ള ആളാണ് ഇപ്പോൾ മധു സാറ്. ഞാൻ സാർ ഒരു സിനിമ സീരിയലൊന്നുമില്ല, ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്ന റോൾ നന്നായിട്ട് ചെയ്യുക, അല്ലാണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ സീരിയൽ അഭിനയിച്ചാൽ ഒന്നുമില്ല. അതൊക്കെ ചിലത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന എക്സ്ക്യൂസ് ആണെന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലിറ്ററലി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഒരു ആക്ടറിനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേ ടാൻസാനിയിൽ നിന്ന് വന്ന ഇൻഫ്ലുവൻസർ മലയാള സിനിമയിലൂടെ എത്ര പേര് ചാൻസ് ഇല്ലാതെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പുള്ളീനെ ഒരിക്കലും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറയല്ല, അവിടെ നിന്ന് വിളിപ്പിച്ച് അഭിനയിപ്പിച്ചില്ലേ. സിനിമയ്ക്ക് ആളെ വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ സീരിയലാണെങ്കിലോ സിനിമയാണോ ഒന്നുമില്ല, അവർ അഭിനയിപ്പിക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഇപ്പൊ സീരിയൽ പോലെയാണല്ലോ ഈ ഇൻസ്റ്റ ഇൻഫ്ലുവൻസേഴ്സ്, അവരും നമ്മുടെ മൊബൈലിൽ എന്നും കാണുന്നതാണ്, അവര് സിനിമയിൽ വരുന്നുണ്ടല്ലോ. അമീൻ അങ്ങനെ കുറെ എല്ലാ നമ്മളെ ഒഴിവാക്കണമെങ്കിൽ എന്ത് എക്സ്ക്യൂസും പറയാം. എന്നോട് ഞാൻ ഒരു പേര് പറയുന്നില്ല, ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, അത്യാവശ്യമല്ല ഒരു വെൽ നോൺ പ്രൊഡ്യൂസർ, പുള്ളി ഞാനൊരു ഫംഗ്ഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു, ഒരു കല്യാണത്തിന്. അപ്പോൾ പുള്ളിക്ക് സീരിയൽ അറിയാത്തതുകൊണ്ട് നമ്മളറിയില്ല, അറിയേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്കറിയാം ഇയാൾ വരുന്നുണ്ടെന്ന് അറിയാം. പാലക്കാടാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് അമ്മമാരൊക്കെ എൻ്റെ അടുത്തും സംസാരിച്ചു. പുള്ളി വരുമ്പോൾ ഇവനാരാ, ഇവനോട് ഇത്രയും ആൾക്കാരൊന്നും സംസാരിക്കുന്നുള്ളത് നോക്കി. അപ്പോൾ എന്നോട് ഒരു സീരിയലാണോ? ഞങ്ങളതെ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനൊരു പടം ചെയ്യുമ്പം പുതിയ ആൾക്കാരെ വെച്ചാൽ നിങ്ങളെ വെക്കില്ല. നോക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊരു സർ, നിങ്ങളുടെ ഫേസ് ഫ്രഷ് അല്ല. അപ്പോൾ ഞാൻ ഇത്രയും കാലം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഫേസ് ഫ്രഷ് അല്ലേ. അപ്പോൾ അത് അങ്ങനെയൊന്നുമല്ല, അത് എന്തെങ്കിലും നെഗറ്റിവിറ്റി തോന്നി കാണും ചിലപ്പം എന്തോ. പക്ഷേ എനിക്കിപ്പോഴും സിനിമ സീരിയലൊന്നും ഡിഫറൻസിയേഷൻ ഞാൻ ഇപ്പോഴും നോക്കുന്നില്ല. കാരണം നമുക്ക് നല്ല റോൾ കിട്ടി അഭിനയിക്കുക, നമ്മുടെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ സൂരജ് പറഞ്ഞ പോലെ ഇത്രയും വർഷം സിനിമ ചെയ്തിട്ട് നമ്മളെ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ സീരിയൽ ചെയ്തപ്പോൾ ഈ 3 വർഷം കൊണ്ട് നമ്മൾ ആൾക്കാർ കാണുമ്പോൾ മോനെ എന്താണ് വിശേഷം. അത്രയധികം സീരിയലുകളുടെ എണ്ണം ഇപ്പൊ സിനിമ പോലെ തന്നെ കൂടിക്കൂടി. എനിക്കുള്ള ഏഷ്യാനെറ്റിൽ തന്നെ ഒരു 10-12 സീരിയലില്ലേ? പിന്നെ ഡെയിലി 10-12 സീരിയൽ. അതുപോലെ എത്ര ചാനലിലും എല്ലാ ചാനലിലും ഉണ്ട് 10 വെച്ചിട്ട്. അതുകൊണ്ട് ഓഡിയൻസിന് സാധാരണക്കാരായ പ്രേക്ഷകർ ഇപ്പം സിനിമ തിയേറ്ററിൽ പോയി കാണുന്നവർ വളരെ കുറച്ച് പേരുള്ളൂ. ചാനൽ നിലനിൽക്കുന്നതും ഇപ്പൊ മെയിനായിട്ട് സീരിയലും റിയാലിറ്റി ഷോസും ഒക്കെ വെച്ചിട്ട് തന്നെയാണോ നിലനിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സീരിയൽ ചെയ്തതിനു ശേഷമാണ് എന്നെ ആൾക്കാർ കണ്ട് സംസാരിക്കുന്നതും എൻ്റെ പേരറിയില്ലെങ്കിലും ഫേസ് കാണുമ്പോൾ നമ്മൾ അമ്മൊരു സീരിയലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. കാരണം ഈ എൻ്റെ ജോലിയും കളഞ്ഞ് എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കി വെച്ച ഫോക്കസ് എന്തിനാ, ഒരു ആക്ടർ ആവാൻ. അങ്ങനെ ആൾക്കാർ രണ്ടുപേര് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്ലിക്ക് ആയത് സീരിയൽ മിനി സ്ക്രീനിലാണ്, അതിന്റെ കൂടെ സിനിമ നടക്കട്ടെ. പിന്നെ സീരിയൽ ഇപ്പൊ ഒരു സിനിമ ചെയ്തു നമ്മുടെ ചന്ദ്രകുമാർ സാർ, ഒരു ഗുരുതുല്യനായ ഗുരു എന്ന് പറയാനുണ്ട്. ഒരുപാട് മലയാളത്തില് സാറ് മുതല് എല്ലാരും വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഫാമിലി ഫ്രണ്ടാണ്, എൻ്റെ ഗുരുവാണ്. ഞാൻ സാറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ വർഷം മുന്നേ.